നമസ്കാരം. ഇസ്രായേലിൽ ബോംബിട്ട് തുർക്കി, ഇറാന് തുർക്കിയുടെ യുദ്ധക്കൂട്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്തേക്ക് ഒരു രാജ്യം കൂടി എത്തുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിച്ച എർദോഗൻ ഇസ്രായേലിനെ വളരെ കൃത്യമായിട്ട് ബോംബിട്ട് ആക്രമണം നടത്തുമെന്ന് തുർക്കിയുടെ നേതാവ് അറിയിച്ചിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗന്റെ വരവ് വെറുതെയാകില്ല എന്നർത്ഥം. നെതന്യാഹുവിനെ ആധുനിക കാലത്തെ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിച്ച എർദോഗൻ രക്തദാഹവും വിദ്വേഷവും കൊണ്ട് നെതന്യാഹു അന്ധനായെന്ന് വിമർശിക്കുകയും ചെയ്തു. ഗാസയിലെയും ലബനിലെയും ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ കടന്നാക്രമിക്കുമെന്ന പരോക്ഷ ഭീഷണിയും അദ്ദേഹം മുഴക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ പേര് ഹിറ്റ്ലർക്കും മുസോളിനിക്കും സ്റ്റാലിനുമൊപ്പമാണ് ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് എന്നുകൂടി എർദോഗൻ വ്യക്തമാക്കുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് എന്നും ഇതിന് നെതന്യാഹു ലോകത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ ലിബിയയിലും നഗാർണോ കറാബാക്കിലുമൊക്കെ തുർക്കി സൈനിക ഇടപെടലുകൾ നടത്തിയത് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ എർദോഗൻ പറയുന്നു, ഇസ്രായേലിന്റെ കാര്യത്തിലും തങ്ങൾ ഇതേ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതേ രീതിയിൽ ഇസ്രായേലിനെ തകർക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. ഇസ്രായേലിൽ എത്തരത്തിലുള്ള ബോംബാക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ കൃത്യമായി നടത്തുമെന്നുള്ള സൂചന നൽകുകയാണ്. അതായത് ഇസ്രായേൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങൾ അവിടെയും പ്രവേശിക്കുകയും അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ആക്രമണം നടത്തുകയും ചെയ്യും എന്നുള്ള എർദോഗന്റെ വാക്കുകൾ വളരെ കണിശതയുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിട്ടുണ്ട്. ഗാസയിലെ സൈനിക നടപടികളെ തുടർന്ന് ഇസ്രായേലുമായിട്ടുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും തുർക്കി നേരത്തെ തന്നെ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഗാസയ്ക്ക് പിന്നാലെ ലബനിലേക്കും യുദ്ധം വ്യാപിപ്പിക്കുവാനുള്ള ഇസ്രായേലിന്റെ നീക്കം മേഖലയെ വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് തുർക്കി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലിന്റെ ഇത്തരം നീക്കങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നത് ലജ്ജാകരമാണെന്ന് കൂടി എർദോഗൻ പറഞ്ഞു വെക്കുന്നുണ്ട്. തുർക്കിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. എർദോഗൻ സദ്ദാം ഹുസൈന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്നും അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അദ്ദേഹം ഓർക്കണമെന്നും ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് മിഡിൽ ഈസ്റ്റിൽ വലിയ സംഘർഷ സാധ്യതയാണ് ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെയാണ് വരും മണിക്കൂറുകളിൽ ഇസ്രായേലിൽ തുർക്കിയുടെ ബോംബിടൽ ആരംഭിക്കാൻ പോകുന്നത്. ഇറാന് കൂട്ടുപിടിച്ചുകൊണ്ട് യുദ്ധക്കൂട്ട് നൽകിക്കൊണ്ട് തുർക്കി എത്തുമ്പോൾ വലിയ ഒരു യുദ്ധത്തിന്റെ സാധ്യതയാണ് മധ്യേഷ്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സാധ്യത എന്ന് പറയപ്പെടുന്നത് ഇസ്രായേലിനെ തകർത്തുകൊണ്ടായിരിക്കും, ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിച്ചുകൊണ്ടായിരിക്കും.